ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഉമ്മച്ചിൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോകണം. പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേന്ന് കേട്ടോ വീട്ടിൽ പോകണത്. അപ്പോൾ ഇതാ പോണ വഴിക്ക് നമ്മളെ റോഡിൻ്റെ സൈഡിലുള്ള കാന എന്നിട്ട് പറയാം. അപ്പോൾ തോടൊക്കെ അതാ വൃത്തിയാക്കിയാണ് കേട്ടോ. തൊഴിലുറപ്പ് പദ്ധതിക്കാരെല്ലാം വൃത്തിയാക്കിയിട്ടാണ്. കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇതൊരു നെറ്റ് പോലത്തെ ഒരു ചാക്കാണോ എന്തോ നെറ്റാണോ അറിയില്ല. അതിങ്ങനെ വിരിച്ചിട്ടതാണ് എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ. ഇത് തല വരെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നടന്നാണ് ഇന്ന് പോണത്. വയൽക്കൂടെ നടന്നു വിചാരിച്ചിങ്ങനെ പോവാണ്. അപ്പം ഞാനും മോളും ആദ്യം മുന്നിൽ തന്നെ ഇറങ്ങിയതാണ്. ആരും കാത്തിക്കാൻ നിന്നില്ല. മുന്നിൽ ഓലിറങ്ങിയാൽ ഞങ്ങളടുത്ത് എത്തും എന്നതിന് കൂട്ടത്തിലെത്തുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ബേക്കിലായി പോകും. അതുകൊണ്ട് വേഗം ഇറങ്ങിയതാണ്. കണ്ണോടത്തൊക്കെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം മുന്നിൽ ഇറങ്ങിയത് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് വേഗം ഇറങ്ങി പോകുന്നത്. പക്ഷേ മുന്നിലെത്താനായി രണ്ടാളൊപ്പരായി പോയി. വയലിലേക്ക് യാത്ര പിന്നെ റോട്ടിലെത്തിട്ട് ഇങ്ങനെ ഓട്ടോ വിളിച്ച് ഇങ്ങനെ പോരുകയാണ്. നല്ലൊരു കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ റോഡിൻ്റെ അടുത്തെത്താനായി. റോട്ടിൽ എത്തിയിട്ട് പിന്നെ നമ്മുടെ അങ്ങാടിയിൽ നിന്ന് നമുക്ക് ഓട്ടോ വിളിച്ചിട്ട് മുക്കത്തേക്ക് പോകാമെന്ന് കരുതിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ അവിടെ ഒരു പോസ്റ്റ് കാണില്ലേ, എൻ്റെ അപ്പുറത്താണ് റോഡുള്ളത് കേട്ടോ. അപ്പം ഈ തോട് ഇവിടുന്ന് ഇങ്ങോട്ട് കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങാടിയിലെത്തി കേസ്. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഓട്ടോ പോകാമെന്ന് കരുതി. കരിമാക്കൻ്റെ ഓട്ടോയിൽ പിന്നെ മുക്കത്തേക്ക് പോവുകയാണ്. കരിമാക്കൻ്റെ ഓട്ടോ വിളിച്ചിന്. അപ്പം അവിടെ എത്തുമ്പോഴത്തേന് പാടത്ത് തന്നെ ആദ്യം വേണ്ടത് മുട്ടായിയാണ്. പിന്നെ അത് വാങ്ങിയിട്ട് തന്നെ കാര്യം തന്നെ ഞങ്ങൾ പിന്നെ മുട്ടായി കടയിലേക്ക് പോയി. അപ്പോൾ അവിടുത്തെ ഇപ്പം ഏത് മുട്ടായി അവൾക്ക് പറ്റണില്ല കേട്ടോ. കാരണം കുറേ മുട്ടായി കാണുമ്പോൾ നമ്മൾക്കും അങ്ങനെയാണ് അവസാനം കിൻഡർ ജോയ് എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴൊരു മുട്ടായി വാങ്ങി കൊടുത്താൽ പറ്റിച്ച് ദിവസം തന്നെ അത് തിന്നണമെന്നുള്ള കിൻഡർ ജോയ് ഒന്നല്ല, എന്തോ ഒരു 10 രൂപേൻ്റെ ഒരു മിഠായിയാണ് സംഭവം കേട്ടോ. അങ്ങനെ അത് ബസ്സിൽ നിങ്ങളങ്ങനെ കുളിമാടെത്തിക്കാം. ബസ്സിറങ്ങി നമ്മളിങ്ങനെ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അതെല്ലാവരും ഇങ്ങനെ നടന്നു. അന്നപ്പോഴത്തേക്കും മോളിറങ്ങിപ്പോയിട്ട് മിഠായി തിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങിയാണ്. അതുകൊണ്ട് പിന്നെ ഓളെ എടുത്ത് നടക്കേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നെ കുറേ വിളിച്ചു നോക്കി. പിന്നെ അവിടെയൊക്കെ കട ഉണ്ട്. അതുകൊണ്ട് കുറച്ച് വിളിക്കാണ്ട് ഇങ്ങനെ പോകുന്നു. മറ്റേ കട കണ്ടാൽ പിന്നെ അപ്പോഴും മിഠായി വേണ്ടി വരും. അതുകൊണ്ട് അവിടെ നിന്നും വിളിക്കാണ്ട് ഇങ്ങനെ കുറേ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ പിന്നെ കുറച്ച് വിളിച്ചു നോക്കി എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ എല്ലാം ഉറങ്ങിയാണെങ്കിൽ അവിടെ എത്തിയാൽ പിന്നെ എല്ലാവരും കൊണ്ടും ആരുടെ മിണ്ടൂല, അങ്ങനത്തെ ഒക്കെ ഒരു ഇതാണ്. അതുകൊണ്ടൊന്ന് ഉഷാറാൻ വേണ്ടിയിട്ട് ഇവിടുന്നേ വിളിച്ചു ഉണർത്തിക്കൊണ്ട് ഓളൊണന്നില്ല. കുറച്ച് അവിടെ എത്തിയ ഓളൊണന്നു കേട്ടോ. അതായത് നമ്മളിതാ റോട്ടിനാണ് പോകേണ്ടത് ശരിക്കും. റോട്ടിന് പോകുമ്പോൾ കുറച്ച് ദൂരം പോകാനുള്ള മാതിരി തോന്നിയതുകൊണ്ട് ഞങ്ങൾ ഒരു വീടിൻ്റെ മുറ്റത്തൂടെ പോകാമെന്നും പറഞ്ഞ് അതിൽ കയറി കേട്ടോ. ഇവിടെ ഒരു വലിയ വീടുണ്ട്. ആ വീട്ടിൽ ആളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ഇവിടെ പുറത്തൊക്കെ പോയതാണ്. അപ്പോൾ അവിടെ ആരും ഇല്ല കേട്ടോ. അതുകൊണ്ട് വീടടിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ധൈര്യത്തിൽ പോകാമല്ലോ. ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്കൊരു മടിയാണല്ലോ വേറെ ഒരാളെ മുറ്റത്തൂടെ പോകാൻ. വീടിൻ്റെ മുറ്റത്തൂടെ പോകാൻ നേരത്തെ കയ്യിൽ കയറി പോകട്ടോ. വീട് കേട്ടോ. വീട്ടിലിപ്പോൾ ആരും ഇല്ല കേട്ടോ. പണ്ടത്തെ വീടാണ്. അങ്ങനെ അതാ ഈ വീടിൻ്റെ മുറ്റത്തൂടെ നമ്മൾ പോവുകയാണ്. ഇതിൻ്റെ ബേക്ക് തന്നെ കേട്ടോ വീട്, ഉമ്മച്ചീൻ്റെ വീടുള്ളത്. അവിടെ 3 പുര അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഉമ്മച്ചീൻ്റെ വീടും അതുപോലെ ഉമ്മച്ചീൻ്റെ ആങ്ങളൻ്റെ വീടും ഉമ്മച്ചീൻ്റെ ഏട്ടത്തിൻ്റെ വീടും കേട്ടോ. 3 ഒപ്പരാണ് കേട്ടോ ഉള്ള വീടുള്ളത്. അപ്പോൾ അവിടുത്തെ പോകത്ത് ഇനുമോള് ഉണന്ന്. അപ്പോൾ അതാ ഇനുമോള് ഉഷാറായിട്ട് ഉഷാറിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവളോട് ചോദിച്ചു പോകുന്നുണ്ട്. പോക്ക് കളിക്കാനാണ് കിട്ടുക. എൻ്റെ വീട്ടിൽ പോകണമെന്ന്
അങ്ങനെ അതാ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ മേമൻ്റെ മോനൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ മോനോട് സലാം പറഞ്ഞത് ആ റൂമിലേക്ക് പോയി. എന്നവിടുന്ന് പിന്നെ അമ്മായി ജ്യൂസൊക്കെ ഉണ്ടാക്കി തന്നിന്നെ. പിന്നെ ഒക്കെ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തെ മേമൻ്റെ വീട്ടിലിതാ ചക്കക്കൂട്ടാനും പിന്നെ പോത്തുംകാലും, വയനാട്ടിലോട്ട് മേമൻ്റെ ഒക്കെ വീട് പോലെ പോത്തുംകാലൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അത് തിന്ന്. അതിൻ്റെ മജ്ജ എടുക്കുക കേട്ടോ, കുത്തി പ്ലേറ്റിൽ തന്നെ കുത്താണ്. പ്ലേറ്റൊക്കെ കേടന്നോണമെന്നുള്ള കാര്യം കുത്തി എടുത്ത് മജ്ജയും അതുപോലെ ചക്കയും തിന്നിട്ട് അത് ഒരു ചെമ്പട്ടി ഉണ്ടാക്കി വെച്ചാണ്. കുറേ ആൾക്കാരുള്ളതല്ലേ, അപ്പോൾ എല്ലാവർക്കും തിന്നാൻ വിചാരിച്ച് ഉണ്ടാക്കി വെച്ചതാണ്. എനിക്ക് സംഭവം അത് പറ്റൂല, എന്നാലും ഞാനും തിന്ന്. കുറച്ച് കഴിഞ്ഞാൽ റിസൾട്ട് അറിയാം. പിന്നെ അത് അവിടെ നിന്ന് വന്ന് അമ്മനോട് വർത്താനം പറഞ്ഞ് കുറച്ച് നേരം ഇരുന്ന്. കാണുന്നത് അത് അമ്മോൻ്റെ വീട് കേട്ടോ, മുകളിൽ കാണുന്നത്. പിന്നെ ഇപ്പുറത്ത് ഉള്ളത് മേമൻ്റെ വീടാണ് കേട്ടോ. ഞാൻ പോത്തും കാലത്ത് എനിക്ക് വയറുവേദന തുടങ്ങി. ഊട്ടിക്ക് അതുകൊണ്ട് ഇഷ്ടമായ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ പറയുക, അടുത്ത വീഡിയോ കാണുന്നവർ